ഹലോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നൊരു ചെറിയ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നിപ്പോ മകരച്ചൊവ്വയാണല്ലോ. അപ്പോ എന്താ പറയാ, ഒരു ചെറിയ പായസം വെക്കാറുണ്ട്. പായസം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പായസം, അരിപ്പായസാണ്. അരിപ്പായസം ഇന്നലെ ഞങ്ങള് എന്താ പറയാ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഈ ചുവന്ന പച്ചരി ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചുവന്ന പച്ചരി. അപ്പൊ അതുകൊണ്ടാണ് പായസം വെക്കുന്നത്. അത് അരി പകുതി വെന്തിരിക്കണു, ഇനി ഒന്നും കൂടി നന്നായി വേവാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം. അല്ലെങ്കിലും ഞങ്ങള് ഇങ്ങനെയുള്ള വിശേഷം, ഞങ്ങളുടെ അവിടുത്തെ കാവിലത്തെ പൂരം, അതേപോലെ മകരച്ചൊവ്വ, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ തൈപ്പൂയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ സിമ്പിളായിട്ട് ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഞാന് ഇങ്ങനത്തെ പായസമാണ് ഉണ്ടാക്കുക. അപ്പൊ ഒത്തിരി അധികം വെക്കണ്ട്. ഞാനും നന്നായിട്ട് ഇവിടെ കഴിക്കുള്ളൂ പായസം. കുറച്ചധികം വെക്കുന്നുണ്ട്. തൊട്ട വീട്ടിലേക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ പായസം റെഡിയായിട്ട് എന്താ പറയാ, അത് ഊണും കഴിച്ച് പായസം കഴിച്ച് വൈകിട്ടൊരു 3 മണിയാകുമ്പോൾ അമ്പലത്തിലേക്ക് പോകണം. ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ പൂരം. ഇവിടെ തൊട്ടപ്പുറത്തല്ല, പാലപ്പുറത്ത് ചിനിക്കത്തൂർ കാവിൻ്റെ ഒക്കെ കുറച്ച് ഇപ്പുറത്തായിട്ട് അവിടെ ഒരു കാവുണ്ട്, നീലിയാവ് എന്ന് പറയും. അവിടുത്തെ പൂരാണ്. അപ്പം ഞാനും നന്ദിട്ടും കൂടി വെറുതെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരണം. അപ്പം അതാ അരി നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് കൊഴുത്തു, നല്ല കൊഴുപ്പായിട്ടുണ്ട് പായസം. പായസമല്ല, അരി വെന്തപ്പോഴേക്കും. പായസമായിട്ടില്ല, അരി വെന്തിട്ടില്ലേ ഉള്ളൂ. അപ്പം ഇനി ശർക്കര മോന് ഞാൻ വൈകുന്നേരത്ത് ശർക്കര കാപ്പിയാണ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അത്ര ശർക്കര എന്ന് പറഞ്ഞാൽ, ശർക്കരയിൽ നല്ല വിറ്റാമിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്ലഡ് കമ്മിയൊക്കെ ഉണ്ടെങ്കിൽ ശരിയാവും. എന്നോട് പറഞ്ഞതാണ് ഡോക്ടർ. ഞാൻ ഇടയ്ക്ക് കുടിക്കലുണ്ട്. അപ്പോൾ ശർക്കര പൊടിച്ച് വെച്ചതാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടേ. പൊടിയുള്ള ശർക്കരയാണ് ഇടുന്നത് പായസത്തിൽ. നിങ്ങളൊക്കെ മകരച്ചൊവ്വയ്ക്ക് പായസം വെക്കുമോ വീട്ടില്? ഓരോരോ നാട്ടിൽ ഓരോരോ ഇതല്ലേ. ഞാൻ വെക്കലുണ്ട്. മകരച്ചൊവ്വയ്ക്കും വെക്കാറുണ്ട്, തൈപ്പൂയത്തിന് വെക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ പായസം വെക്കാന്ന് മാത്രം. പൂരത്തിനും അതങ്ങനെ തന്നെ വെക്കുക. പൂരത്തിന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നേദിക്കൊക്കെ ചെയ്യും. മകരച്ചൊവ്വയ്ക്ക് നേദിക്കൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ അമ്മമ്മയൊക്കെ ഉള്ള സമയത്തൊക്കെ നേദിച്ചായിരുന്നു. അപ്പോൾ ഒന്നും ഞാനത് ചെയ്യാറില്ല. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ശരിയാവട്ടെ. അതാ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് അരിയിലൊക്കെ ചോറിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അരി വെന്തയിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. വെപ്രാളം കൊണ്ട് വർത്തമാനമൊക്കെ പ്രശ്നമാവുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട്, അതിലാണ്. നെയ്യ് ഞാൻ ഉണ്ടാക്കി ചെയ്യില്ല, പക്ഷെ ഇപ്പൊ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്നോട് വാങ്ങിട്ട് വരാൻ പറഞ്ഞതാണ്. ഇങ്ങനത്തെ പായസമൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. ഇങ്ങനത്തെ പാൽപ്പായസങ്ങളൊക്കെ ഇഷ്ടം എനിക്ക്. ഇങ്ങനത്തെയൊക്കെ പായസങ്ങൾ, പിന്നെ പാലട പായസമൊക്കെ നല്ല ഇഷ്ടമാണ്. അതാ ഒന്നങ്ങോട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ സാധനം കൂടി ഒഴിക്കാനുണ്ട്. ഇതാ ഒരു 2-3 സ്പൂണ് തേങ്ങാപ്പാല്. ഇത് 1/2 ഗ്ലാസ് പോലും ഇല്ല കേട്ടോ. ഒരു 3-4 സ്പൂണേ ഉണ്ടാവുള്ളൂ. അതും കൂടി ഒഴിക്കട്ടെ. ഇത് ഇടിച്ചു പിഴിഞ്ഞ പായസമല്ല, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു എന്ന് മാത്രം. ബാക്കി നാളികേരം ചെറിയ വീട്ടിലേക്കല്ല. അപ്പോൾ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. അടിപൊളി മകരച്ചൊവ്വ സ്പെഷ്യൽ പായസം. അപ്പൊ ഞങ്ങളുടെ മകരച്ചൊവ്വ സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊക്കെയാണ്. കുറേ ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ആരൊക്കെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ മകരച്ചൊവ്വയായിട്ട്? ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കലുണ്ട്. അപ്പം അടുത്ത വീട്ടിലേക്ക് ലേശം കൊടുക്കണം, അതാണ് തോന വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഞാനും നന്ദേട്ടനാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇത്ര വേണ്ട പായസം. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷങ്ങൾ. അപ്പം എല്ലാവരും
വ്ളോഗ് കാണുക, വ്ളോഗ് ഇടുമ്പോൾ വ്ളോഗ് കാണുക. പിന്നെ ഷോർട്സ് വീഡിയോ ഞങ്ങൾ ഡെയിലി ഇടുന്നുണ്ട്, അപ്പോൾ അത് കാണുക. പിന്നെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് വീഡിയോകൾ, അപ്പോൾ അത് കാണുക. എല്ലാവരിലും കമൻറ്റ് ചെയ്യുക, എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീട്ടുവിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ